സാന്നിധ്യം എന്നും വഹിച്ചിടുവാൻ, നിൻ മഹത്വം എന്നും കണ്ടിടുവാൻ, നിൻ ഹൃദയ പ്രകാരമായിടാൻ എന്നാശയേറുന്ന എൻ പ്രിയനെ യേശുവേ, എന്നുള്ളം തുടിക്കുന്നേ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, ഡു നോട്ട് ലവ് സിൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പാപത്തെ സ്നേഹിക്കരുത്. പാപത്തെ വെറുക്കാൻ പഠിക്കണം. പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോരുക മാത്രമല്ല, പാപത്തെ വെറുക്കാൻ പഠിക്കണം. നമ്മളുടെ സോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കരുത്. പ്രലോഭനങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കരുത്. ഫെയിം ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്. പദവികളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അത് സോളിഷ് ഡിസയർ ആണ്. കസേരയുടെ പുറകെ പോകരുത്. സോളിഷ് ഡിസയർ ആണ്. സോളിഷ് ഡിസയർ ആണ്. നിങ്ങൾക്ക് പ്രശസ്തനാകുവാനുള്ള മോഹം ഉണ്ടാകരുത്. സോളിഷ് ഡിസയർ ആണ്. നിങ്ങളൊരു പ്രസംഗകനായിരിക്കാം, എന്തുമായിക്കോട്ടെ, എപ്പോഴും നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ സെലിബ്രൻസ് സിംഗേഴ്സ്, US-ലുള്ള സെലിബ്രൻസ് സിംഗേഴ്സ് 75 or 76 ഇന്ത്യയിൽ വന്ന സമയത്ത് ഐ വാസ് വിത്ത് ദം. അതിൻ്റെ ഡയറക്ടർ ജോൺ എന്ന് പറയുന്ന ഒരാളാണ്. 18 പേരുടെ ഒരു ഇതാണ്. അന്ന് അവരൊരു ബസ് റെന്റിനെടുത്ത് ഐ വാസ് വിത്ത് ദം, ടോക്കിംഗ് ടു ദം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ്. അവരുടെ മീറ്റിങ്ങിന് ജോൺ അവരുടെ സിംഗിങ്ങിന് മുമ്പായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളിവിടെ പാട്ട് പാടുമ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുണ്ട്. ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഈ കോക്കനട്ട്, നാളികേരം ഇങ്ങനെ പൊതിക്കുന്നത് ഞാൻ കണ്ടു. ആൻഡ് ദി ഔട്ടർ സ്കിൻ യു പീൽ ഓഫ് ആൻഡ് യു ത്രോ അവേ ആൻഡ് യു ആർ ടേക്കിംഗ് ഓൺലി ദ കോക്കനട്ട്, ദ നട്ട് ഇൻസൈഡ് ഇറ്റ്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ യേശുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഔട്ടർ സ്കിൻ മാത്രമാണ്. ഞങ്ങളുടെ ഉള്ളിലുള്ള യേശുവിനെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഞങ്ങളെ നിങ്ങൾ വലിച്ചെറിഞ്ഞു കളയുക. ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ലക്ഷ്യം അതായിരിക്കണം. എറിയപ്പെടുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ, വലിച്ചെറിയപ്പെടുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള യേശുവിനെ ആളുകൾക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇറ്റ്സ് സംതിങ് സോ ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ജനങ്ങൾ ഈ പ്രശസ്തിയുടെ പിന്നാലെ പോയി വലിയ ഹോർഡിങ്സും കട്ടൗട്ടും, പണ്ടൊക്കെ സിനിമാക്കാരുടെ കട്ടൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം അവരെ വെല്ലുന്ന കട്ടൗട്ടുകളാണ് നമ്മുടെ പ്രസംഗകരുടെ കട്ടൗട്ടുകളും മറ്റും പുറം ലോകത്ത് നിങ്ങൾ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഒരു പരസ്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും, എല്ലാത്തിനും അതിനൊരു അതിരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് ആരും പരസ്യം ചെയ്യാൻ പാടില്ല, ആരും ഫോട്ടോ ഒട്ടിക്കാൻ പാടില്ല എന്നൊന്നും പറയാനല്ല ഞാൻ വന്നത്. പക്ഷേ പ്രശസ്തനാകുവാനുള്ള ഒരു മോഹം നിങ്ങളിൽ അങ്കുരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ പ്രലോഭനത്തിൽ സോളിന്റെ തലത്തിൽ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ദേഹി നിങ്ങൾ പിശാചിനെ വിട്ടുകൊടുക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. മൂന്നാമത്തെ പ്രലോഭനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം 7-ാമത്തെ വാക്യം മുതൽ, Jesus said to him, again it is written that you shall not tempt the Lord your God. Again the devil took him, verse 8, again the devil took him to a very high mountain and showed him all the kingdoms of the world and the glory of them. And he said to him, all these I will give you if you will fall down and worship me. Then Jesus said to me, begone Satan, for it is written, you shall worship the Lord your God and him only shall you serve. ഇവിടെ പിശാച് അവനെ ലോകത്തിന്റെ സകല മഹിമകളെയും കാണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് പറയുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് വേഴ്സ് 9 onwards. പിന്നെ അവൻ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി. രണ്ടാമത്തെ ഇതായിട്ടാണ് അവിടെ രണ്ടാമത്തെ പ്രലോഭനമായിട്ടാണ് ലൂക്കോസ് അവിടെ പറയുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വേഴ്സ് 5 പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിന്റെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം. അത് എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവൻ പറഞ്ഞു. പിശാച് ലോകത്തിന്റെ സകല മഹത്വവും, ഓൾ ദ ഗ്ലോറി ആൻഡ് അധികാരം
ഇവിടെയാണ് നമ്മളുടെ സെൽഫിന്റെ പ്രത്യേകത ഉണ്ടാകുന്നത്. സോളിന്റെ അപ്പുറത്തൊരു തലത്തിലേക്ക് നമ്മൾ കയറുകയാണ്. സെൽഫിന് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ ഭരണം നടത്തുക എന്നുള്ളതാണ്. ഭരിക്കാനുള്ള മോഹമാണ് ശരിക്കും സെൽഫിനുള്ളത്. സെൽഫിന്, എൻ്റെ സ്വയത്തിന് എപ്പോഴും എന്നെ ഭരണം നടത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഈഗോയാണ് ഇവിടുത്തെ വിഷയം. ഈഗോയെ തകർക്കാൻ ബാക്കിയുള്ള എല്ലാത്തിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈഗോ. ആം ഐ റൈറ്റ്? പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പുറത്തുള്ള ആരുമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ ഈഗോയാണ്. ഞാൻ എന്നുള്ള ഭാവമാണ്. എനിക്ക് ഭരിക്കണം, തീരുമാനമെടുക്കുന്നത് എപ്പോഴും ഞാനായിരിക്കണം. ലോകത്തിലെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് തീരുമാനമെടുക്കാനുള്ള ഒരു മനുഷ്യന്റെ മോഹത്തിന് വേണ്ടിയാണ്. തീരുമാനമെടുക്കാൻ, അതായത് ഫൈനലായിട്ടുള്ള തീരുമാനം ആരാണ് എടുക്കുന്നത്? ഇതാണ് എവിടെയും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സഭയിലാണെങ്കിലും ഒരു സംഘടനയിലാണെങ്കിലും എല്ലാം ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് അതിന്റെ അധികാരിയാണ്. അതുകൊണ്ടാണ് അധികാരം എന്ന് പറയുമ്പോൾ ഒരു കസേരയിരിക്കുന്ന മാത്രമല്ലല്ലോ, ഫൈനലായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഈ കിടന്ന് പെടാപ്പാടെല്ലാം പാടുന്നത്. ഒരു വീട്ടിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ കാര്യം ഇതാണ്. ആരാണ് ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത്? സഭയിലും പ്രശ്നം ഉണ്ടാകുന്നതാണ്. ആരാണ് അവസാനമായി തീരുമാനമെടുക്കുന്നത്? ഇല്ലേ? അത് നമ്മുടെ ഈഗോയുടെ പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അനുസരിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ ചിലർ പറയാറുണ്ട്, എൻ്റെ അത് ഒരു അടിമ ജന്മമാണെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആളുകൾ പറയുന്നത് അനുസരിക്കുക. ഇന്ന സമയത്ത് പ്രസംഗിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് പ്രസംഗിക്കാൻ ചെല്ലുക. ഇന്ന സമയത്ത് പ്രസംഗിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തുക. ഇന്ന വീട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കിടക്കുക. ഇല്ലേ? ഇന്നത് കഴിക്കാൻ പറഞ്ഞാൽ അവർ തരുന്നത് കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു അടിമ ജന്മമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരുമാനമെടുക്കും. എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല. എവിടെ കിടക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നില്ല. എപ്പോൾ പ്രസംഗിക്കണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും എന്നോട് എന്തെങ്കിലും പറയാത്ത സമയത്ത്, അല്ലെങ്കിൽ all the time I am obedient to God. തീരുമാനമെടുക്കുന്ന ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ എല്ലാവരുടെയും അടിമയാണ്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. കാര്യം പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവെന്നും ഞങ്ങളോ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ. ദൈവത്തിന്റെ ദാസന്മാരാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ ദാസൻ മാത്രമല്ല നിങ്ങളുടെയും കൂടെ ദാസനാണെന്ന്. ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ഇത് ക്ലാസ് എടുത്തിട്ട് ഞാൻ കേട്ട എന്തുമാത്രം പ്രയാസം. സാജു എന്ന് പറയുന്നത് നമ്മൾ നവന്മാരുടെ ദാസന്മാരാണോ എന്ന് എന്നോട് പാസ്റ്റർമാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ ദാസനാണ്. കാര്യം വേദോസം പഠിപ്പിക്കുന്നത്, ഇഫ് യു വോണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് യു നീഡ് ടു ബി ദ സെർവന്റ് ഓഫ് ഓൾ. അല്ലാതെ ദൈവത്തിന്റെ ദാസൻ മാത്രമാകുന്നതല്ല, എല്ലാവരുടെയും ദാസനാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിശാച് ഇവിടെ ഓഫർ ചെയ്യുന്നത് യേശുവിന്റെ സെൽഫിനെ, അല്ലെങ്കിൽ അധികാരം മുഴുവൻ, സകല മഹത്വവും അധികാരവും, ലോകത്തെ ഭരിക്കാനുള്ള സകല മഹത്വവും അധികാരവും ഞാൻ നിനക്ക് തരാമെന്നാണ് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഓൾ ദ ഗ്ലോറി ഓഫ് ദ വേൾഡ്ലി കിങ്ഡംസ്, ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും അധികാരം ആർക്ക് കിട്ടും? യേശുവിന്. ഒരു പക്ഷേ യേശുവിനോട് പിശാച് പറഞ്ഞെങ്ങനെ ആയിരിക്കും, ഏതാണെങ്കിലും ഈ ഭൂമിയെ വീണ്ടെടുക്കാനാണല്ലോ നീ വന്നത്, അതിനുവേണ്ടി നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ക്രൂശിലൊന്നും കയറേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യുക, എന്നെ കൂടെ നമസ്കരിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് ഭരിക്കാം. നീ അങ്ങ് ഭരിച്ചോ, ഞാൻ ഈ കോണിൽ അങ്ങ് ഇരുന്നോളാം. ഒരു കോംപ്രമൈസ്. പലപ്പോഴും പിശാചിന്റെ ഒടുക്കത്തെ തന്ത്രമാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. ആദ്യത്തെ തന്ത്രം, അവൻ നമ്മളെ വീഴിക്കാനായിട്ട് എല്ലാം നോക്കിയിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒടുവിൽ എന്ത് ചെയ്യുന്നു? അവനൊരു കോംപ്രമൈസിന് വേണ്ടി നമ്മളെ വിളിക്കുന്നു. പക്ഷേ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഒരിക്കലും പിശാചുമായിട്ടോ ലോകവുമായിട്ടോ ജഡവുമായിട്ടോ അതിന്റെ മോഹങ്ങളുമായിട്ടോ ഒന്നുമായിട്ടോ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ആളാണ്. എ ട്രൂ ക്രിസ്ത്യൻ ഈസ് ആൻ അൺകോംപ്രമൈസിംഗ് പേഴ്സൺ. ജീസസ് വാസ് ആൻ അൺകോംപ്രമൈസിംഗ് പേഴ്സൺ. ഹി വാസ് നോട്ട് ലുക്കിംഗ് ഫോർ എ മെഗാ ചർച്ച്. 5000 പുരുഷന്മാര് അല്ലെങ്കിൽ 10,000 ആളുകൾ യേശുവിന്റെ കയ്യിൽ നിന്ന് അപ്പം ഭക്ഷിച്ച് തിന്നാൻ തയ്യാറായതിനു ശേഷം അടുത്തത് നമ്മൾ കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവർ അവനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചെന്നാണ്. സോ ഇറ്റ് വാസ് ഈസി ഫോർ ഹിം. പിശാച് പറഞ്ഞ ഒരു വഴിയാ അത്. എന്ത്? നീ അപ്പം കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അവരെന്താക്കും? രാജാവാക്കും, മശിഹയാക്കും. അതുകൊണ്ട് അപ്പം കൊടുത്ത് ആ ഒരു ശുശ്രൂഷ ചെയ്യുക എന്നാ പറയുന്നത്. പിറ്റേ ദിവസം കർത്താവ് തീരുമാനിച്ചു, ഇനി മേലെ ഇവന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാര്യം ഇവന്മാരുടെ മനസ്സിലിരിപ്പ് വേറെയാണ്. ഇവന്മാർക്ക് എന്നെ രാജാവാക്കണം.
ക്രൂശ് ഒഴിവാക്കുവാൻ കർത്താവ് തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം അവരുടെ അടുത്ത് വന്നപ്പോൾ കർത്താവ് അവരോട് പറയാണ്, ഇന്നലെ അപ്പം തിന്നതൊക്കെ മതി കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഐ വോണ്ട് യു ടു മേക്ക് എ കവനന്റ് വിത്ത് മീ. നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, എന്നെ ഉള്ളിൽ കയറ്റണം, ഞാൻ നിങ്ങളിൽ ജീവിക്കും. ഞാൻ പറയുന്ന പോലെ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ശരീരവും മനസ്സുമില്ല എനിക്ക് തന്നേരേ ഇനി മുന്നോട്ടുള്ളൂ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. അവർ പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചതുമില്ല. 12 പേര് മാത്രമേ ശേഷിച്ചുള്ളൂ. 12 പേര് ശേഷിച്ചപ്പോഴും കർത്താവ് ഒരു കോംപ്രമൈസിന് തയ്യാറായിരുന്നില്ല. ഈ 12 പേരോട് ഞാനായിരുന്നേ പറഞ്ഞേനെ, കണ്ടില്ലേ കുഞ്ഞുങ്ങളെ, അമ്മാർ ഇന്നലെ അപ്പമെല്ലാം നിന്നിട്ട് നന്ദിയുണ്ടോ ഒരൊറ്റ എണ്ണത്തിന്, കണ്ടില്ലേ പോയത്, നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകരുതേ എന്നായിരിക്കണം പറയേണ്ടത്. പക്ഷെ യേശു പറഞ്ഞത്, എന്താടാ നോക്കി നിൽക്കുന്നത്, നിനക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകൂ. ഇതാണ് യേശുവിന്റെ ജീവിതം, ഇതാണ് യേശുവിന്റെ മാർഗം. അൺകോംപ്രമൈസിങ്. ഹി വാസ് നോട്ട് ലുക്കിംഗ് ഫോർ എ മെഗാ ചർച്ച്, ഹി വാസ് ലുക്കിംഗ് ഫോർ ഡിസൈപ്പിൾസ്. അവൻ ശിഷ്യന്മാർക്ക് വേണ്ടി, അവനെ ഭക്ഷിക്കുന്ന, അവനുമായിട്ട് കവനന്റിലേക്ക് പ്രവേശിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് അവൻ കൊതിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ അടുത്ത് ഇവൻ വന്ന് പറയുന്നത് എന്താണ്? പിശാച് പറയുന്നത്, സകല മഹത്വവും, all the authority, it is with me, so I will give it to you. I need just a compromise, a small thing. I also will sit here. Okay, but you can do anything you want. നിനക്ക് വേണ്ടത് എന്ത് വേണം നീ ചെയ്തു, ഞാനിവിടെ ഈ കോണിലിരിക്കും. കർത്താവ് പറഞ്ഞു, നോ വേ, നോ വേ. പിശാച് സകല മഹത്വവും, ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മഹത്വത്തെ കാണിച്ചു തരുന്നത് ലോകത്തിന്റെ പ്രഭുവാണ്. ഞങ്ങളുടെ ഒരു മിഷണറി ഉണ്ട്, ചേസ് എന്ന് പറഞ്ഞ്. ചേസ് എന്നോട് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ഒരു സംഘടനയുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ചേസിനെ ആളുകൾ വിളിച്ചു. ഒരു എയർ കണ്ടീഷൻഡ് ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ വന്ന് പ്രസംഗിച്ച ആളുകൾ പറഞ്ഞ ഇതാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൊന്നും, ഇവിടുത്തെ വെള്ളിയും, ഇവിടുത്തെ സ്വർണ്ണവും, ഇവിടുത്തെ ജുവൽസും, ഇവിടുത്തെ പണവും, ഇവിടുത്തെ ധനവും, ഇവിടുത്തെ മഹിമകളും എല്ലാം നമ്മുടെ വകയാണ്. ബിക്കോസ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ രാജാവിന്റെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ യേശു നിങ്ങൾ രാജാവാണെങ്കിൽ ആ രാജാവിന്റെ മക്കളെ പോലെ വേണം നമ്മൾ ജീവിക്കാൻ. അതെല്ലാം നിങ്ങൾക്ക് തരുവാനായി ഇതാ യേശു വരികയാണ്. ചേസ് എഴുന്നേറ്റ് പറഞ്ഞു, സർ, ഞാൻ ഈ വാക്കുകൾ വേറെ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നല്ലോ. ബ്രദർ, ഞങ്ങളുടെ മീറ്റിങ്ങിന് നേരത്തെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ എവിടെ വെച്ചാ കേട്ടത്? അതിപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു 12,000 വർഷം മുമ്പാണ് മരുഭൂമിയിൽ വെച്ച് പിശാച് ഇതേ വാക്കുകൾ യേശുവിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ എന്റെയാ, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് കൺവെൻഷൻ സ്റ്റേജുകളിൽ മുഴങ്ങി കേൾക്കുന്നത് ഈ പിശാചിന്റെ ശബ്ദമാണ്. ഈ ലോകത്തിന്റെ പ്രഭു പറയുകയാണ്, എന്ത്? ഈ ലോകത്തിന്റെ മുഴുവൻ ഞാൻ നിനക്ക് തരാം, ഇത് മുഴുവൻ, ഈ സകല മഹത്വവും ഞാൻ നിനക്ക് തരാമെന്നാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു കാര്യം പറയാം, അവിടെ പിശാച് പറയുന്ന പോലെയാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാമെന്നാണ്. അവനെ വീണ് നമസ്കരിക്കുന്നവൻ അവൻ ഇതൊക്കെ കൊടുക്കും. അവനെ വീണ് നമസ്കരിക്കുന്നവൻ അവൻ ഇതൊക്കെ കൊടുക്കും. പക്ഷേ സ്വർഗീയനായ ഒരു പിതാവിനെയാണ് നിങ്ങൾ വീണ് നമസ്കരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സ്വർഗത്തിലാണ്. ഭൂമിയിലെ ദൈവത്തെയാണ്, ലോകത്തിന്റെ ദൈവത്തെയാണ് നിങ്ങൾ വീണ് നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിലേത് കിട്ടും. എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ മഹിമകൾക്ക് വേണ്ടിയൊന്നും അല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ഡിഫറന്റ് ആയിട്ടുള്ള ലക്ഷ്യത്തോടെയാണ്. ക്രൂശിൽ മരിച്ച് നിന്റെ തല തകർക്കാനാ, അല്ലാതെ നീയുമായിട്ട് കോംപ്രമൈസ് നടത്തി ഭരണത്തിന്റെ പങ്ക് പറ്റാനല്ല. പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഒരിക്കലും പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ഏതെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോലും പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തന്നാലും ഞാൻ വാങ്ങിക്കുമെന്ന്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തരത്തില്ല. അവന് അങ്ങനെ മണ്ടനൊന്നുമല്ല. അവൻ കാശ് തന്നാൽ നിങ്ങൾ അവന്റെ സുവിശേഷമായിരിക്കും നാളെ പ്രസംഗിക്കുന്നത്, അതിന് സംശയമൊന്നുമില്ല. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്ത്? ഈ ടെംപ്റ്റേഷൻ എൻ്റെ കർത്താവ് കടന്നു പോയ, അല്ലെങ്കിൽ ആ കർത്താവിനോട് പിശാച് പറഞ്ഞ അതേ വാക്കുകൾ ആണ് പിശാച് ഇന്ന് എന്നോടും പറയുന്നത്. 3 അവസ്ഥകളിലും എൻ്റെ ബോഡിലി നീഡ്സ്, എൻ്റെ സോൾ, എൻ്റെ ഈഗോ, ഇതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ദൈവികമായ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് പിശാച് ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? എത്ര ജാഗരൂകരായിരിക്കണം ഈ പ്രലോഭനങ്ങളുടെ കാര്യത്തിൽ. പിശാചിനോട് കർത്താവ് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. നീയുമായിട്ട് എനിക്ക് യാതൊരു കാര്യങ്ങളുമില്ല, നീ എന്നെ വിട്ടുപോ. വാട്ട് ഈസ് റിട്ടൺ?
You shall worship God and Him alone. You shall have only one God. You shall have only one authority. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അതോറിറ്റിയെ ഉണ്ടാകാൻ പാടുള്ളൂ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അധികാരമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. അത് അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ കേട്ട വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത, നമ്മൾ ഒറ്റ കസേരയുള്ള ഒരു മുറിയാണ്. അവിടെ 2 കസേരയില്ല. ആ കസേരയിൽ പിശാചിനെ ഇരുത്താൻ പാടില്ല, എന്റെ ഈഗോയെയും കയറ്റി ഇരുത്താൻ പാടില്ല. ഈഗോ കയറ്റി ഇരുത്തിയാലും ഭരിക്കുന്നത് പിശാചായിരിക്കും. കാര്യം, പിശാചിന്റെ കയ്യിലെ ആയുധമാണ് ഇപ്പോൾ എന്റെ ഈഗോ, എന്റെ സെൽഫ്. ഞാൻ പറഞ്ഞല്ലോ, കാർണൽ സെൽഫ്. എന്തുകൊണ്ടാണ്? അത് പിശാചിന്റെ കയ്യിലെ, ജഡം എന്ന് പറയുന്നത് പിശാചിന്റെ കയ്യിലെ ഒരു ആയുധമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജഡത്തെ ഞാൻ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പിശാചിന്റെ ആയുധമാണത്. ഞാൻ ജഡത്തെ, ലോകം, ജഡം, പിശാച്, ഈ 3 കാര്യങ്ങൾ ഞാൻ ജാഗരൂകരായിരിക്കണം. യേശുവേ, എന്നുള്ളം തുടിക്കുന്നേ, നിൻ സഖിത്വം ഞാനേറെ കാംക്ഷിക്കുന്നേ. ജീവജലത്തിനുറവയേ, എന്താഹം തീർത്തിടണേ. എന്നാത്മമാണവാളനേ, എന്നെ തൃപ്തനാക്കണേ. യേശുവേ, എന്നുള്ളം തുടിക്കുന്നേ, നിൻ സഖിത്വം ഞാനേറെ കാംക്ഷിക്കുന്നേ. നിൻ കൂടെ ഇരിപ്പാൻ എന്നാശയേ, നിൻ മൊഴി കേൾപ്പാൻ എൻ വാഞ്ചയേ. നിൻ കൂടെ ഇരിപ്പാൻ എന്നാശയേ, നിൻ മൊഴി കേൾപ്പാൻ എൻ വാഞ്ചയേ. നിൻ മാധുര്യമെന്നും ആസ്വദിച്ചിടാൻ എന്നുള്ളം കൊതിക്കുന്നു എൻ പ്രിയനേ. നിൻ മാധുര്യമെന്നും ആസ്വദിച്ചിടാൻ എന്നുള്ളം കൊതിക്കുന്നു എൻ പ്രിയനേ. യേശുവേ, എന്നുള്ളം തുടിക്കുന്നേ, നിൻ സഖിത്വം ഞാനേറെ കാംക്ഷിക്കുന്നേ. നിൻ മാർവിൻ ചൂടൊന്നാസ്വദിപ്പാൻ, നിൻ കരവലയത്തിൽ അമർന്നിടുവാൻ. നിൻ മാർവിൻ ചൂടൊന്നാസ്വദിപ്പാൻ, നിൻ കരവലയത്തിൽ അമർന്നിടുവാൻ. നിൻ ഹൃദയ